പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ സെക്ഷനുകളിലേക്ക് ജോലിക്ക് പോകാൻ മതിയായ യാത്രാ സൗകര്യമില്ലാതെ വർഷങ്ങളായി ബുദ്ധിമുട്ടുകയാണ് വനപാലകർ. വനംവകുപ്പിന്റെ 2 ബോട്ടുകൾ അറ്റകുറ്റപ്പണിക്കായി 3 വർഷം മുൻപ് കരയ്ക്ക് കയറ്റിയതോടെയാണ് ഇവരുടെ ദുരിതയാത്ര ആരംഭിച്ചത്. 30-ലധികം പേർക്ക് സഞ്ചരിക്കാവുന്ന 2 ബോട്ടുകൾ വനം വകുപ്പിന്റേതായി തേക്കടിയിലുണ്ടായിരുന്നു. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഉൾഭാഗത്തുള്ള പെരിയാർ റേഞ്ചിലെ 4 സെക്ഷനുകളിലേക്കും ഈ ബോട്ടുകളിലാണ് ഉദ്യോഗസ്ഥരെ എത്തിച്ചിരുന്നത്. ബുധനാഴ്ച തോറും 25-ലധികം വനപാലകരാണ് ഇവിടങ്ങളിലേക്ക് ഡ്യൂട്ടിക്കായി പോയിരുന്നത്. 3 വർഷം മുമ്പ് 2 ബോട്ടുകളും അറ്റകുറ്റപ്പണികൾക്കായി കരയ്ക്ക് കയറ്റി. യഥാസമയം ഫണ്ട് അനുവദിക്കാതിരുന്നതിനാൽ പണികൾ മുടങ്ങി. ഇന്ന് നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ഈ 2 ബോട്ടുകളും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. 16 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. രണ്ടാമത്തെ ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇതേ തുക കാണിച്ച് എസ്റ്റിമേറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സീനിയറോഡ്, മുല്ലക്കുടി എന്നിവിടങ്ങളിലേക്ക് ജീവനക്കാരെ ജീപ്പിലെത്തിക്കും. ഇവിടെ നിന്നും 5 പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഡിങ്കികളിൽ 10-ലധികം ജീവനക്കാരെ കയറ്റി ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെയുള്ള അപകടകരമായ യാത്രയാണ് നടത്തുന്നത്. 5 പേർ സഞ്ചരിക്കേണ്ട ഡിങ്കിയിൽ 5-ലധികം, അതായത് അധിക ജീവനക്കാർ സെക്ഷനിൽ എത്തി ജോലി ചെയ്യേണ്ടത് കൊണ്ട് ഇത് കുത്തിനിറച്ചിട്ടാണ് ഒരു യാത്ര ചെയ്യുന്നത്. ഈ നദി എന്ന് പറഞ്ഞ ഈ ജലാശയത്തിൽ ഒരുപാട് മരങ്ങൾ, ഉണങ്ങിക്കിടക്കുന്ന മരക്കമ്പുകൾ ഉണ്ട്. എന്നാൽ ഇത് കാണാതെ ഈ ഡിങ്കി ഇതിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഇത് മറയാനും അപകടങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സംഘടന നിരവധി നിവേദനങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മീൻ പിടിക്കാനെത്തുന്ന ആദിവാസികളുടെ ചെങ്ങാടങ്ങളും ഉദ്യോഗസ്ഥരെ ജോലി സ്ഥലത്ത് എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഡിങ്കികളും ചെങ്ങാടങ്ങളും എത്തുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നീട് കിലോമീറ്ററുകൾ നടന്നു വേണം ഇവർ ജോലി സ്ഥലത്തെത്താൻ. വിഷയം ചൂണ്ടിക്കാണിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. 2 ബോട്ടുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇവരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകൂ. ജനം, ഇടുക്കി.